ഹായ് ഗൈസ്, എല്ലാവർക്കും ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുവൈറ്റിൽ പോകാൻ പോവുകയാണ്. അപ്പം അതിന് എയർപോർട്ടിൽ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുന്നവരെയുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം സമയം രാവിലെ 3:45 ആയി. നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ടാക്സി വന്നിട്ട് നമ്മൾ ടാക്സി കയറിയാണ് എയർപോർട്ടിൽ പോകുന്നത്. ഇപ്പം കാണുന്നതാണ് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 8 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് കയറുന്നതിൻ്റെ ആ ഒരു ടൈം, പിന്നെ വെളുപ്പിനെ ആയതുകൊണ്ട് പിന്നെ ആരും ഇല്ലല്ലോ റോഡിൽ, അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. അങ്ങനെ നമ്മൾ പെട്ടെന്ന് എയർപോർട്ടിലെത്തി. ചെക്ക് ഇൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ചെക്കിൻ്റെ അവിടെ കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു, വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ എമിഗ്രേഷൻ ചെയ്യാൻ പോകണം. എമിഗ്രേഷൻ സ്മാർട്ട് ഗേറ്റ് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല അവിടെ. പിന്നെ ഇതാണ് നമ്മുടെ ദുബായ് ഡ്യൂട്ടി ഫ്രീ. ഞാൻ ശരിക്കും ദുബായ് എയർപോർട്ടിൽ ചുരുക്ക സമയത്തെ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഡ്യൂട്ടി ഫ്രീയിലൊന്നും അത്ര കയറിയിട്ടില്ല നമ്മൾ. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇത് ദുബായ് ഡ്യൂട്ടി ഫ്രീ. ഞാൻ ഇതുവരെ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് പോലും ഇല്ല. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഫ്ലൈ ദുബായിയുടെ ഒരു ഫ്ലൈറ്റിലാണ്. 6:10 ഉള്ള ഫ്ലൈറ്റ്. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഡ്യൂട്ടി ഫ്രീയുടെ തൊട്ടപ്പുറത്താണ് ഗേറ്റുകളൊക്കെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്യൂട്ടി ഫ്രീ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, നമുക്ക് കുറച്ച് KD കൂടെ വേണം, കുവൈറ്റ് ദിനാർ. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പപ്പ പോയിരിക്കുകയാണ്. UAE റെസിഡൻസിന് കുവൈറ്റിൽ ചെന്നാൽ വിസ ഓൺ അറൈവലുണ്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിൻ്റെ അപ്രൂവൽ കിട്ടിയ പേപ്പർ ചെക്കിന് കാണിച്ചാലേ അവർ നമുക്ക് ബോർഡിംഗ് പാസ് തരത്തുള്ളൂ. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 6 ആണ്. പക്ഷേ അവിടെ ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗേറ്റ് നമ്പർ 5 അവിടെ പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ സ്റ്റാർബക്സും കുടിച്ച് സമയം പോകുന്ന അറിയാതെ നമ്മളിപ്പം ലാസ്റ്റിലാണ് ബോർഡ് ചെയ്യാൻ കയറുന്നത്. ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു നമ്മൾ ഇരുന്നത്. എന്നിട്ട് പോലും നമ്മളിപ്പോൾ ഗേറ്റിൻ്റെ ലാസ്റ്റിലാണ് ബോർഡ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ലാസ്റ്റ് ബോർഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ കയ്യിലുള്ള ഈ ക്യാബിൻ ബാഗേജ് ഉണ്ടല്ലോ, നമ്മൾ ബസ്സിലോട്ട് കയറുന്നതിന് മുമ്പേ അവർ ഈ ക്യാബിൻ ബാഗേജ് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ തന്നെ നമ്മുടെ ഫ്ലൈറ്റിനകത്ത് കൊണ്ടുവന്ന് വെച്ച് തരും. നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ബാഗേജ് കളക്ഷനിലേക്ക് വരുമ്പം ഈ ക്യാബിൻ ബാഗേജും നമ്മൾ കയറ്റി വിട്ട വലിയ ബാഗേജും കൂടെ ഒരുമിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. ശരിക്കും അത് നല്ലതാണ്. കാരണം അതാകുമ്പോൾ നമ്മൾ മേളത്തെ ക്യാബിൻ തുറന്നിട്ട് അതിനകത്ത് പെട്ടിയെടുത്ത് വെക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. അവർ തന്നെ നമുക്കത് ചെയ്തു തരും. അവിടെ 2 ഫ്ലൈ ദുബായ്, 3-5 ഫ്ലൈ ദുബായികൾ കിടപ്പുണ്ട്. എന്നിട്ട് ചെറിയ ഫ്ലൈറ്റാണ്, ചെറിയ ഫ്ലൈറ്റിലേക്ക് ബിസിനസ് ക്ലാസ്സുകൾ. ഫ്ലൈ ദുബായിയുടെ ബിസിനസ് ക്ലാസ് ഇത്രയും ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഒരു ഫ്ലൈറ്റ് ടൂർ നടത്താം. ഫസ്റ്റ് നമ്മളൊട്ടും വിചാരിച്ചില്ല ഇവിടെ ഒരു സ്ക്രീൻ കാണുമെന്ന്. കാരണം ഞങ്ങൾ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് നമ്മുടെ ഫ്ലൈറ്റ് മോഡലിൽ സ്ക്രീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാപ്ടോപ്പിൽ കുറേ മൂവീസൊക്കെ ഇതൊരു ബോയിങ് 737 മാക്സ് ആണ്. ഇതിൻ്റെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് എല്ലാം വെച്ച് ഇവിടെ ഒരു പൗച്ചുണ്ട്.
ഇതിൻ്റെ പുറകിലും വെക്കും. പിന്നെ നമ്മുടെ ഒരു ബാഗ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. താഴെ ലാപ്ടോപ്പ് എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ താഴെ വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മേളിൽ ക്യാബിൻ്റെ മേളിൽ കൊണ്ടുവെക്കും. പിന്നെ നമുക്കിവിടെ ഒരു ട്രേ ടേബിളുണ്ട്. ഫുഡൊന്നും ഇല്ല ഈ ഫ്ലൈറ്റിൽ. നമ്മൾ ഫുഡ് കരുതിയിട്ടുണ്ട് അല്ലേ, പക്ഷെ എന്നാലും ഫ്ലൈറ്റല്ലേ, ട്രേ ടേബിളൊക്കെ വേണം. പിന്നെ നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് പുറത്ത് കാണാൻ സാധിക്കുന്നത്. ശരിക്കും വേറൊരു ഫ്ലൈ ദുബായ് അപ്പുറത്ത് കിടക്കുന്ന കാണാൻ പറ്റും. അല്ലെ, ഫോൾഡബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെയുള്ള സീറ്റാണ്. പിന്നെ റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. ഹെഡ് റെസ്റ്റ് പൊക്കാം, താക്കാം. സീറ്റൊക്കെ അത്യാവശ്യം കംഫർട്ടബിളാണ്. ഇപ്പോൾ എനിക്ക് ഹാൻഡ് റെസ്റ്റ് ഇങ്ങനെ പൊക്കാൻ സാധിക്കും. പിന്നെ തൈ സപ്പോർട്ട് എനിക്ക് തൈ സപ്പോർട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഹെഡ് റെസ്റ്റ് ഫോൾഡ് ചെയ്യാനും പറ്റും. അത്ര മതിയല്ലോ. 1 hour and 50 minutes ആണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. നമ്മളിപ്പോൾ വിസ ഇഷ്യൂ ചെയ്യാനുള്ള കൗണ്ടറിലേക്ക് പോവുകയാണ്. അത് നമ്മൾ ഇമിഗ്രേഷൻ തൊട്ട് മുമ്പെയുള്ളൊരു കൗണ്ടറാണ്. അവിടെ ചെന്ന് നമ്മുടെ വിസ കാണിച്ചാൽ അവർ നമ്മുടെ ഒഫീഷ്യൽ വിസ അടിച്ച് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇമിഗ്രേഷനിൽ പോകേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ ബാഗേജ് ക്ലെയിമിലോട്ട് തന്നെ അങ്ങ് പോവുകയാണ്. മൊത്തത്തിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. ബാഗ് എടുക്കണ്ടേ? അപ്പം എല്ലാം ക്ലെയിം ചെയ്തു. പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. നമ്മളിനിയും വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ പോയിട്ടിലെത്തുന്ന ദിവസം എന്ന് പറയുന്നത് August 10th. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ സമയമായതാണ് ശരിക്കും. അതുമാത്രമല്ല ആ ദിവസമാണ് നമ്മൾ ദുബായിൽ വന്നിട്ട് 5 years ആവുന്നത്. ഞെട്ട് അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ ഡ്രസ്സ് പോലും മാറാതെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. അപ്പോൾ നമ്മളൊരു ഒത്തൻറ്റിക് അറബിക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ശരിക്കും ഞങ്ങളെ വിടാനാണ് പപ്പ വന്നത്. നെക്സ്റ്റ് ഡേ പപ്പ തിരിച്ചു പോകും. അപ്പം ഈ ഫുഡ് കഴിക്കുന്നതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഫുഡ് കഴിക്കാം.
ഓർഡർ ചെയ്തിട്ട് ആദ്യം വന്നത് ഈ പച്ച കളർ ഇലകളാണ്. അത് എവിടെ മന്തി ഓർഡർ ചെയ്യാൻ പോയപ്പോഴും നമുക്ക് പച്ച കളർ ഇലയാണല്ലോ ആദ്യം കിട്ടുന്നത്. പിന്നെ നമുക്ക് ലുക്കൈമത്ത് വന്നു. ഇതെല്ലാം മന്തി ഓർഡർ ചെയ്യുമ്പോൾ കൂടെ നമുക്ക് വരുന്നതാണ്. പിന്നെ ബണ്ണിൻ്റെ അകത്ത് വെച്ച് ഒരു ചിക്കൻ ക്രീം സൂപ്പ് കിട്ടി. ഞാൻ കുടിച്ചില്ല, പക്ഷേ റാഹേൽ കുടിക്കുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമുക്ക് ഫത്തൂഷ് സാലഡ് ഏതാണ്ട് പൂരിയുടെ അകത്ത് വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദാണ്ടടാ മിക്സ് ഗ്രിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കനുണ്ട്, ബീഫുണ്ട്, പിന്നെ മട്ടനുണ്ട്. പിന്നെ നമുക്കിവിടെ ചിക്കൻ മന്തി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം കുറേ ഉണ്ട് ക്വാണ്ടിറ്റി. കാണും കുറച്ചോളം തോന്നുന്നു, പക്ഷേ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളത് കഴിച്ചു തീർക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയൂ. ഞങ്ങൾ മത്സരം പിടിച്ച് വരെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഫ്രൈസിനും ലാം ചോപ്സിനും വേണ്ടിയായിരുന്നു അടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യണം. അപ്പോൾ കുവൈറ്റിലെ വിശേഷങ്ങളായിട്ട് ഇനിയും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.